2014 ലിൻസ്ബുർഗ് രൂപതയുടെ മെത്രാൻ ഫ്രാൻസ് പീറ്റർ, അദ്ദേഹം സത്യത്തിൽ 40-ാമത്തെ വയസ്സിലാണ് ഒരു മെത്രാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും അഭിഷേകം ചെയ്യപ്പെട്ടതും. 40-ാമത്തെ വയസ്സിലൊക്കെ മെത്രാനാകുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ കാര്യമാണ്. കാരണം കത്തോലിക്ക സഭയിൽ അത്ര ചെറുപ്പത്തിലൊന്നും ആരും ആക്കുകയല്ല. അതിൻ്റെ അർത്ഥം അസാധാരണമായ രീതിയിൽ കഴിവുകളും പുണ്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കണം ഇദ്ദേഹത്തെ ഇത്ര ചെറുപ്പത്തിലേ ആക്കിയത്. ബെനഡിക്റ്റ് പാപ്പായാണ് ഇദ്ദേഹത്തെ മെത്രാനായിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇരിക്കെ മുന്നോട്ട് പോയപ്പം ഇയാളുടെ അരമനെ ഒന്ന് റെനോവേറ്റ് ചെയ്തു, നവീകരിച്ചു. ഒരു 100-300 മില്യൺ യൂറോ. അത് കേട്ടിട്ട് അന്നത്തെ ജർമ്മൻ ചാൻസലർ മെർക്കൽ പോലും എമൗണ്ട് കേട്ടിട്ട് ഞെട്ടി. എന്നിട്ട് ജർമ്മനിയിലെ ബിഷപ്സ് കോൺഫറൻസിൻ്റെ അധ്യക്ഷൻ ഇദ്ദേഹത്തെ ഫ്രാൻസ് പീറ്ററെ ബിഷപ്പിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇച്ചിരി കൂടിപ്പോയില്ലേ, ഒരു ആത്മശോധനയൊക്കെ നല്ലതല്ലേ? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരു ശോധനയുടെ ആവശ്യമില്ല, കാരണം എല്ലാം വളരെ കൃത്യമായിട്ട് ലീഗലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ വിവരം പോപ്പ് ഫ്രാൻസിസ്, അദ്ദേഹം മാർപ്പാപ്പായി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി. അദ്ദേഹം ഉടനെ തന്നെ ഇയാളോട് ഇങ്ങോട്ട് വത്തിക്കാനിലേക്ക് വരാൻ പറഞ്ഞു. ഇയാൾ വന്നു കഴിഞ്ഞ് സാധാരണ പതിവ് പോലെ ഇയാൾക്ക് മുറിയും താമസ സൗകര്യമൊക്കെ കൊടുത്തു. വന്നതിൻ്റെ 1-ാം ദിവസം, വിളിച്ചു വരുത്തിയതിൻ്റെ 1-ാം ദിവസം പോപ്പ് ഫ്രാൻസിസ് മെത്രാനെ കണ്ടില്ല, ഫ്രാൻസ് പീറ്ററെ. 2-ാം ദിവസം കണ്ടില്ല, 3-ാം ദിവസം കണ്ടില്ല. അങ്ങനെ 7 ദിവസം അവിടെ ഇരുത്തി. ഒന്ന് ഓർക്കണം, പോപ്പ് ഫ്രാൻസിസിൻ്റെ രീതി വെച്ച് ആ വറ്റിക്കാൻ്റെ വഴിയിൽ കൂടെ ഒരു ചേടത്തി അവരമ്മച്ച് നടന്നു പോയാൽ പോലും വിളിച്ചിട്ട് കാണുന്ന മനുഷ്യനാണ് വിളിച്ചു വരുത്തിയ മെത്രാനെ അവിടെ ഇരുത്തി 7 ദിവസം. 7-ാം ദിവസമാണ് കണ്ടത്. കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇത് വലിയ വാർത്തയായിരുന്നു, ഇയാളുടെ ആഡംബര ജീവിതം. പത്രക്കാരോടിക്കൂടി ചോദിച്ചു, മാർപ്പാപ്പ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മാർപ്പാപ്പ എന്നെ ശ്രദ്ധയോടെ കാരുണ്യത്തോടെ കേട്ടു എന്ന് പറഞ്ഞു. തിരിച്ച് ഇയാൾ ഫ്ലൈറ്റിന് ലിൻസ്ബുർഗിലെ അരമനയിൽ ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്നത് ഇയാളുടെ സസ്പെൻഷൻ ഓർഡറാണ്. അർത്ഥം, ആഡംബരം പാപമാണ്, ലക്ഷറി ഈസ് സിൻ. അതാണ് പോപ്പ് ഫ്രാൻസിസ് കൃത്യമായിട്ട് കൊടുത്ത സന്ദേശം. വത്തിക്കാൻ കൗൺസില് നിരീശ്വരത്വത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങളെ വിശകലനം ചെയ്തു പോകുന്നുണ്ട്. പറയുന്നത് പലരും നിരീശ്വരത്വത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം മതവിശ്വാസികളുടെ തെറ്റായ ജീവിതം, വീഴ്ചകളാണ്. എന്നിട്ട് തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. ദൈവവിശ്വാസിയാണെന്ന് പറയുകയും ആ സംവിധാനത്തിനുള്ളിൽ നിൽക്കുകയും എന്നാൽ ദൈവമില്ലാത്തതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് കരുണ കാണിക്കാതിരിക്കുക, നീതി കൊടുക്കാതിരിക്കുക, സാഹോദര്യം കാണിക്കാതിരിക്കുക, ദൈവം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. പോരാ, പാവപ്പെട്ടവനെ പരിഗണിക്കാതെ ആഡംബര ജീവിതം നയിക്കുന്നതുൾപ്പെടെ മറ്റുള്ളവർ നിരീശ്വരരായി തീരുന്നുണ്ടേ എങ്കിൽ വത്തിക്കാൻ കൗൺസിൽ പറയുന്നു, അതിന് എൻ്റെ ജീവിതം കാരണമായിട്ടുണ്ടോ? മതവിശ്വാസിയായ, ദൈവവിശ്വാസിയായ, ക്രിസ്തുവിശ്വാസിയായ എൻ്റെ ജീവിതം അതിന് കാരണം, എൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ചകൾ. അപ്പോൾ തിരുത്തേണ്ടതാരാ? നിരീശ്വരനല്ല, ഈശ്വര വിശ്വാസി തന്നെയാണ് തിരുത്തലിലേക്ക് കടന്നു പോകേണ്ടത്.